ഷീന ആശുപത്രിയിൽ നിന്നാണ്. ഷീന, അവിടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. 8 മണിയാണ് പറഞ്ഞത്. 8 മണിക്ക് നേരെ അവിടെ നിന്ന് ടൗൺ ഹാളിലേക്കാണോ കൊണ്ടുപോവുക? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ അരമണിക്കൂറിനകം തന്നെ ഇപ്പോൾ മൃതദേഹം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വാതിലിലൂടെയാണ് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും മാറി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ആൻഡോ ജോസഫ് MLA, അതേപോലെ തന്നെ രമേശ് പിഷാരടി MLA എന്നിവർ ഇപ്പോൾ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മൃതദേഹം ഉടൻ തന്നെ അരമണിക്കൂറിനകം തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവിടെ നിന്നും പറവൂരിലേക്ക് ടൗൺ ഹാളിലേക്കാണ് മൃതദേഹം ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുപോവുക. വടക്കൻ പറവൂരിലുള്ള ടൗൺ ഹാളിൽ 9 മണി മുതൽ 1 മണി വരെയാണ് മൃതദേഹം പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവിടെ തന്നെയായിരിക്കും നേതാക്കളും സിനിമാ താരങ്ങളും എല്ലാം തന്നെ അവസാനമായ ഒരു നോക്ക് കാണാൻ, സലിംകുമാറിനെ അവസാനമായ ഒരു നോക്ക് കാണാൻ എത്തുക. അവിടെ നിന്നും നേരെ 1 മണിയോടുകൂടി തന്നെ ലോഫിംഗ് വില്ലയിലേക്ക്, പറവൂരിലുള്ള ലോഫിംഗ് വില്ലയിലേക്ക്, സലിംകുമാറിൻ്റെ സ്വന്തം വീട്ടിലേക്ക്. അവിടെ 3:30 വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇത്തരത്തിലാണ് ഇവിടെ നിന്നുള്ള ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ സലിംകുമാറിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിനായി ബന്ധുക്കൾ ആശുപത്രിയിൽ തന്നെയുണ്ട്, കുടുംബക്കാർ ആശുപത്രിയിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ മൃതദേഹം ഉടൻ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ള വിവരമാണ് ലഭിച്ചത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇതേ ആശുപത്രിയിൽ, അമൃത ആശുപത്രിയിലാണ് സലിംകുമാർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. പിന്നീട് പലപ്പോഴും ഈ അമൃതയിലെ തന്നെ പൊതുചടങ്ങുകളിലെല്ലാം തന്നെ അതിഥിയായൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ വീണ്ടും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന്, ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് പിന്നെയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. തുടർന്ന് ഇന്നലെ രാത്രിയോടെ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് 10:43 സലിംകുമാറിൻ്റെ അന്ത്യം എന്നുള്ളത്. ആദ്യമൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, അത്തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയായിരുന്നു കുടുംബം മുഴുവൻ പ്രതികരിച്ചിരുന്നത്. പിന്നീട് കാര്യങ്ങൾ സ്ഥിതി വഷളാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൂടപ്പിറപ്പിന് തന്നെ നഷ്ടമായത് എന്നുള്ള തരത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി അടക്കം അനുശോചനം അറിയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം വലിയൊരു നേതൃനിര തന്നെ മുഖ്യമന്ത്രി അടക്കം യുദ്ധത്തിൽ സലിംകുമാറിന് അനുശോചനം അറിയിക്കാൻ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരുന്ന വിവരം. ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികളെല്ലാം തന്നെ പറവൂരിൽ ക്രമീകരിച്ചിരുന്നു. ആ പരിപാടികളും സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടികളെല്ലാം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ പരിപാടികൾക്കെല്ലാം ഇന്നുണ്ടാകില്ല എന്നും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ആംബുലൻസുകളെല്ലാം തയ്യാറായി കഴിഞ്ഞു. മോർച്ചറിയുടെ ഭാഗത്ത് നിന്ന്, മോർച്ചറിയുടെ വാതിൽക്കൽ ആ ഭാഗത്തേക്കാണ് മാധ്യമങ്ങളെയെല്ലാം മാറ്റിയും കഴിഞ്ഞു. ഈ ഭാഗത്തേക്ക് മാറി നിൽക്കണം, ഈ വഴിയിലൂടെ ആയിരിക്കും മൃതദേഹം പുറത്തേക്ക് ഇറക്കുക എന്നുള്ള നിർദ്ദേശം ലഭ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആംബുലൻസും ഇപ്പോൾ പറവൂരിലേക്ക് പോകുന്നതിനുള്ള ആംബുലൻസും ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ജിൽസി, ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്നത്. ഇന്നലെ തന്നെ ഹൈബിയുടെ MPയും രമേശ് പിഷാരടി MLAയും അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ, ജനറൽ സെക്രട്ടറിയായ കൊക്കു പരമേശ്വരൻ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇനി ഇങ്ങോട്ടേക്ക് നേതാക്കളോ സിനിമാ താരങ്ങളോ ഒന്നും എത്തുകയുണ്ടാവില്ല. ഇവിടെ ആയിരിക്കില്ല സിനിമാ താരങ്ങളോ നേതാക്കളൊന്നും എത്തുക. എല്ലാവരും ഇനി എത്തുക വടക്കൻ പറവൂരിലുള്ള ടൗൺ ഹാളിലേക്കായിരിക്കും. ഷീന, എന്തായാലും അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം വടക്കൻ പറവൂരിലെ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് 1 മണി വരെ അവിടെയാണ് ഒരു പൊതുദർശനം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊതുദർശനത്തിനായിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലെ അടുത്ത സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പരിചയക്കാരും ഒക്കെ അവിടേക്കായിരിക്കും എത്തുക. ശേഷം 3:30 അദ്ദേഹത്തിന്റെ വീട്ടിലാണ് സംസ്കാരം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനനുബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഷീന മാർട്ടിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.